ഹലോ ഗൈസ്, നമുക്കിന്ന് അരി വറുത്തിട്ട് ഉള്ള ഉണ്ട ഉണ്ടാക്കാം. നല്ല രുചിയുള്ള പണ്ടുകാലം തുടങ്ങിയുള്ള നല്ലൊരു പലഹാരമാണത്. വളരെ എളുപ്പമാണത്. നമുക്കത് ഇന്ന് അതാണ് ഞാൻ ഉണ്ടാക്കി നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ, സഹായിക്കണം. ഓക്കെ, ഞാൻ അരിയുണ്ട ഉണ്ടാക്കി നിങ്ങളെ കാണിച്ചു തരാം. വരൂ കൂട്ടുകാരെ, നമുക്ക് അത് ചെയ്യാം. അരിയുണ്ട ഉണ്ടാക്കുവാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1 ഗ്ലാസ് അരിയാണ്. കണ്ടോ, ചുമന്ന അരി. അത് നമുക്ക് കഴുകി നീറ്റാക്കി എടുക്കാം. നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. നന്നായിട്ട് കഴുകിയെടുക്കണേ. നമുക്ക് അരി വറുക്കാനുള്ള, ഞാൻ ഈ ചട്ടിയിലിട്ട് വറുക്കാൻ പോകുന്നത്, ഈ ചട്ടിയിലേക്ക് വാരിയിടാം. അരി അടുപ്പത്ത് കഴുകിയ അരി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളം വറ്റിട്ട് എന്നിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഞാനിപ്പോൾ കഴുകി വാരിയ വെള്ളം ഉണ്ടല്ലോ, ഇത് വറ്റട്ടെ. തീ കുറച്ച് വെക്കാം. നന്നായി വെള്ളം വലിഞ്ഞ് പോവാനുണ്ട്. കഴുകി എടുത്തുകൊണ്ട് അതിൻ്റെ ഒരു നനവുണ്ടാവില്ല. ആ നനവ് പോയ ശേഷം മാത്രമേ നമുക്കിത് വറുത്ത് തുടങ്ങുള്ളൂ. ആ ചട്ടിയിലുള്ള ഒരു പിടുത്തം നിൽക്കണം. അപ്പോഴാ വെള്ളം വലിഞ്ഞ് പോയതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഈ ചട്ടിയിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നതാണ്. അതിൻ്റെ നനവ് പോകണമെങ്കിൽ ആ പിടുത്തം നിൽക്കണം. ഇപ്പോൾ ആ ചട്ടിയിലുള്ള ആ ഒരു പിടുത്തം വിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി അത് ചൂട് കയറിക്കോളും നന്നായിട്ട്. അതിൻ്റെ പുറമേയുള്ള ജലാംശമെല്ലാം പോയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. കണ്ട, എല്ലാം വെള്ളം, കഴുകിയ വെള്ളം പോയിട്ടുണ്ട്. അരി പൊട്ടാനും തുടങ്ങിയിട്ടുണ്ട്.
വെളുത്ത് കാണുന്ന കണ്ടോ? വെളുത്ത നിറത്തിൽ ഇടയ്ക്കിടയ്ക്ക് കിടക്കുന്ന കണ്ടോ? അരി വറുത്ത് ആ കിടക്കിടക്കിടക്കട ആ പുട്ടൽ വറുത്ത് തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട്. നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം, കൈ വിടാതെ ഇളക്കി കൊടുക്കണം. മോഹൻലാൽ പറഞ്ഞ പോലെ അപ്പച്ചട്ടിയിൽ അരി വറുക്കരുതെന്ന് പറഞ്ഞ പോലെ ഞാൻ കുടിയുള്ള ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. എന്താണ് അതിൻ്റെ കാരണം എന്ന് അറിയില്ല, നോക്കാം. പരന്ന ചട്ടി തന്നെ വേണമെന്നറിയില്ല. നന്നായി വറുത്ത് വരുന്നുണ്ട്. നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊരു മുറത്തിലേക്ക് മാറ്റാം. ഞാൻ അരി വറുത്തത് മിക്സിയിൽ പൊടിക്കാമെന്നൊക്കെ ഓർത്ത് മിക്സി എടുത്ത് വെച്ച് കഴിഞ്ഞപ്പം ഒരാൾ വന്ന് സ്റ്റൗവിൻ്റെ നടുക്ക് കയറി അങ്ങ് കിടക്കുകയാണ്. ഗരാവ് ചെയ്യണ പോലെ വന്നിരിക്കണേ. ഇയാളൊരു ഈർക്കിൽ കാണിച്ചാൽ അത്തീരാവുന്ന ഗരാവോ ഉള്ളൂ. എന്നാലും ഞാനങ്ങനെ സമ്മതിച്ച് അവളോട്. പാവമല്ലേ, നമുക്ക് ആവശ്യം വരുമ്പോൾ വടി കാണിച്ചാൽ മതിയല്ലോ, സാധനങ്ങളൊക്കെ മാറ്റി. ഒരു കുഴപ്പമില്ല, വേറെ ശല്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാനങ്ങനെ ചൂട് തൊട്ട് നോക്കണം. ഒന്നും ഒരു ശല്യം ഉണ്ടാക്കാതെ തന്നെത്താനെ പതുക്കെ ഇറങ്ങി, ഒന്നും തട്ടിമറിക്കാണ്ട് സൂക്ഷിച്ച് കാലൊക്കെ എടുത്ത് വെച്ച് തന്നെ ഇറങ്ങിപ്പോക്കോളൂ. ഇതാണ് അവൾ ചെയ്യണ പണികൾ. നമുക്കിനി അരി വറുത്ത് കഴിഞ്ഞ് അടുത്തതായി വേണ്ടത് കറുത്ത എള്ള്. കണ്ടോ, കഴുകി വെച്ചേക്കുന്നതാണ് കറുത്ത എള്ള്, തേങ്ങ ചിരവിയത്, ശർക്കരപ്പാനി. എള്ള് വറുത്തിട്ട് നമുക്കതിലേക്ക് ശർക്കരപ്പാനി തേങ്ങയും കൂടി മിക്സ് ചെയ്യാം. കണ്ടോ, അരി വറുത്തത് നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഈ പാകം മതി. എള്ള് വറുക്കാനായിട്ട് അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് എള്ളിട്ട് കൊടുക്കാം. ചട്ടി ഒന്ന് ചൂടാവട്ടെ അപ്പോഴേക്കും.
എള്ള് ചൂടാക്കാം. എള്ള് വറുക്കാം നമ്മൾ. നേരി തീയിൽ വറുത്താൽ മതിയേ, അല്ലെങ്കിൽ അതങ്ങനെ വല്ലാതെ കരിഞ്ഞു പോവും. നനവ് പോയപ്പോൾ അതെല്ലാം കട്ട എല്ലാം വിട്ട്. നമുക്കിതിലേക്ക് പീര ചേർക്കാം. അതിൻ്റെ ആ ഒരു പച്ചപ്പൊന്ന് മാറിക്കിട്ടാനാണ്. ഇത് ചൂടാക്കാതെയും പിടിക്കോട്ടാ. ഇത് ഞാനതൊന്ന് വാട്ടിയെന്ന് മാത്രം. എന്നുവെച്ചാൽ പീരയാകുമ്പോൾ വളിച്ചു പോകരുതല്ല. അപ്പം അതുകൊണ്ടൊന്ന് അതേ ചട്ടിയിലിട്ടൊന്ന് ചൂടാക്കിയെന്ന് മാത്രം. അപ്പോൾ കുറച്ച് ദിവസം ഇരുന്നാലും പ്രശ്നമില്ല. മറ്റേ പച്ചയാകുമ്പോഴത്തേക്കും നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കേടായിപ്പോവും. ജസ്റ്റ് ഒന്ന് പച്ച ഇതായിട്ടുള്ള അതിൻ്റെ വെള്ളത്തിൻ്റെ അംശത്തിൻ്റെ ആ ഒരു പച്ചപ്പുണ്ടല്ലോ, അതൊന്ന് മാറിയാൽ മതി. നമുക്കിതിലേക്ക് ശർക്കര പാനി ഇടാം. ഓരോരുത്തരും മധുരത്തിൻ്റെ പാകത്തിനനുസരിച്ച് ഇടാം കേട്ടോ. അധികം മൂക്കണ്ട കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അതിൽ ഇത്തിരി ജലാംശം വേണം കുറച്ച്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഉണ്ട പിടിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതില്ലേ ഭയങ്കര കട്ടിയായിപ്പോവും. ശർക്കരകളുണ്ടേ ആറിക്കഴിയുമ്പോഴത്തേക്കും കട്ടി കൂടുതലായിപ്പോവും. ജസ്റ്റ് ഒന്ന് മിക്സ് ആവാൻ വേണ്ടി മാത്രം. നമ്മളെന്തായാലും അത് പാനിയാക്കി വെച്ച ശർക്കരയാണല്ലോ, അതുകൊണ്ട് കേടാവില്ല. ഇനി നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ച പൊടി ഇതിലേക്ക് മിക്സ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ.
നന്നായിട്ട് ഉണക്ക അരി പൊടിച്ചതായിട്ട് നന്നായിട്ട് വെള്ളം വലിക്കും. കുറച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കുറച്ച് ആ വെള്ളത്തിൻ്റെ അളവനുസരിച്ച് പൊടി കൂട്ടി കൊടുക്കുക. അല്ലെങ്കിൽ കൂടുതലായി പോയാൽ അത് ശരിയാവില്ല. അപ്പം അത് നമുക്ക് ഉണ്ട പിടിച്ചെടുക്കേണ്ടതല്ലേ. പണ്ട് കാലത്ത് ഇതൊക്കെ ഉരലിലിട്ട് വറുത്ത അരി ഇടിച്ച് പൊടിച്ച് അരിച്ചൊക്കെ എടുത്ത് ശർക്കരയും പീരയും കൂടി ഉരലിലിട്ട് ഇടിച്ച് അങ്ങനെയൊക്കെയാണ് പണ്ട് കാലത്ത് എടുത്ത് ചെയ്യണ കണ്ടിട്ടുള്ളത്. നല്ല ടേസ്റ്റാണത്. ഇനി നമുക്കിത് ഓരോരോ ഉരുളകളാക്കാം. ചെറിയ ഓരോരോ ഉരുളകളാക്കാം. അധികം വലിപ്പം വേണ്ട. കുഞ്ഞ് ഉണ്ടോ? ഇതേപോലെ ഉരുളകളാക്കിയെടുക്കാം. ബാക്കി കുറച്ച് പൊടിയുള്ളത് ഞാൻ വാട്ടാത്ത പീരയിൽ പച്ചപ്പീരയിലാണ് പിടിക്കാൻ പോണത്. അതിൽ ശർക്കര നീരിട്ടിട്ടുണ്ട്, തേങ്ങ പീര ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബാക്കിയുള്ള പൊടികൾ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. മറ്റേതൊരു വെളയിച്ച ടേസ്റ്റ് കിട്ടും. ഇതാ പാലിൻ്റെ പച്ചപ്പ് ടേസ്റ്റ് ഉണ്ടാവും. തേങ്ങാപ്പാലും നന്നായിട്ട് മിക്സ് ചെയ്യാൻ, നന്നായിട്ട് കുഴച്ച് ചേർക്കാം നമുക്ക്. കണ്ടു, പച്ചപ്പീര ചേർത്തത് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിനെ ചെറിയ ഉണ്ടകളാക്കാം. ഇതാദ്യം എടുത്ത് തീർക്കണം കേട്ടോ, പച്ചപ്പീരയുടെ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കേടായിപ്പോവും. കയ്യിൽ നിന്ന് അങ്ങോട്ട് വീണു.
അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. അറിയാൻ പാടില്ലാത്ത ആളുകളൊക്കെ ഇത് ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയണേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം കേട്ടോ, മറക്കാതെ ചെയ്യണേ. അപ്പം നമ്മൾ പച്ചപ്പീരയുടെ ഉണ്ടയുമായി പീരയും ശർക്കരയും കൂടി വാട്ടിയ പീരയുടെയുമായി. അപ്പോൾ ആദ്യം പച്ചപ്പീരയുടെ അടുത്ത് ഉപയോഗിച്ച് തീർക്കണം കേട്ടോ. കണ്ടോ, രണ്ടുണ്ടയും റെഡി ആയിട്ടുണ്ട്. ഇത് പച്ചപ്പീര വെച്ചുണ്ടാക്കിയത്, ഇത് വാട്ടിയ പീര വെച്ചുണ്ടാക്കിയത്. ഓക്കെ, ഇത് കുറച്ച് ദിവസം ഇരിക്കും, ഇത് അധികം ദിവസം ഇരിക്കില്ല കേട്ടോ. ഇത് പെട്ടെന്ന് ഉപയോഗിച്ച് തീർക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത് കണ്ടതിൽ നന്ദി. താങ്ക് യു.